ഒരു അടി കൊടുത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കമ്പി വടിയായിട്ട് ഇതിനെ അടിച്ചു കൊല്ലുക. അപ്പൊ അത് വീട്ടിൽ കടയിൽ പോയി ചുറ്റിന് വാങ്ങിച്ചോണ്ടൊന്ന് സ്വന്തം കമ്പിയുടെ അതും പ്രായപൂർത്തിയാകാത്ത തലയ്ക്ക് നെറ്റിയിൽ അടിച്ച് ഒറ്റ അടി. ആ മരണം പോലും അവർ അറിഞ്ഞു കാണത്തില്ല. നെറ്റിയിൽ അടിക്കും, നെറ്റി പൊളന്നു പോയി കാണും. അതിൽ ഇന്നലെ 5-6 ആമ്പിള്ളേർ കൂടി കൊന്ന ഒരു പയ്യൻ, ഷഹബാസ് എന്തോ പുള്ളിയുടെ പേര്, ഇന്നലെ മരിച്ചല്ലോ കബറടം. ആ പയ്യന് ആ പയ്യന് 15 വയസ്സേ ഉള്ളൂ. ആലോചിച്ച് നോക്ക്, തലയ്ക്കടിച്ചാ കൊല്ലുന്നു. ഇത് റിപ്പേഴ്സ് ലാൻഡാണ്. പണ്ട് നമ്മൾ ബോസ്റ്റൺ സ്ട്രാങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുണ്ട്. ബോസ്റ്റൺ സ്ട്രാങ്കിൾ 10-200 പെണ്ണുങ്ങൾ. അതേ കണക്കത്തെ ബോസ്റ്റൺ സ്ട്രാങ്കിളേഴ്സ് കേരളത്തില്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മക്കളെ എന്താണ് അവർ ചെയ്യുന്നതെന്ന് ഒരു മോണിറ്ററിങ് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഡോക്ടർ കാര്യം ലീവ്, ഐ ഹാവ് ഗോട്ട് നത്തിങ് ടു സേ, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മൈ എന്റെ പേവിക്ക് അപ്പുറം നിൽക്കുന്ന ഒരു കാര്യം, ഒരു റീസൺ പറയാം. അത് ഈ ചെറുമക്കളാരും പറയുന്നത് നമുക്കൊരു മോണിറ്ററിങ് വേണം. ഇനിയെങ്കിലും അവർ ദേഷിച്ചോട്ടെ, ദേഷിച്ചാലും പ്രശ്നമില്ല. വാപ്പായ്മാൻ നോക്കുന്നുണ്ട്, ഒരു ചിന്ത അവർ ഉള്ളി വരട്ടെ. ഈ പെമ്പിള്ളരെ മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, ഈ പെമ്പിള്ളർ പ്രായപൂർത്തിയാവാത്ത ഈ പെമ്പിള്ളരുണ്ടല്ലോ, 18 വയസ്സ് ആമ്പിള്ളർ വിളിക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങി ചെല്ലുന്ന ഈ പെമ്പിള്ളരുണ്ടല്ലോ, അവരെയാണ് ചന്തിക്ക് അടിയും കൊടുത്ത് വീട്ടിൽ നിർത്തേണ്ടത്. ഈ ഓടുന്ന എന്തിന്? എവിടെ എന്താ മക്കത്ത് പോണ? മക്കത്ത് പോകാൻ വിളിക്കുകയാണ്, ലോഡ്ജിൽ പോകാൻ വിളിക്കുക, ഹോട്ടലിൽ പോകാൻ വിളിക്കുക, അല്ലെങ്കിൽ ആരും വീട്ടിലേക്ക് വിളിക്കുക. ഇവർക്കറിയാലോ, ഈ പെണ്ണിന് അറിയത്തില്ലേ 18 വയസ്സ് കഴിയാതെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന്. അഫ്കോഴ്സ് ആഫ്റ്റർ 18 years ലിവിങ് ടുഗദർ ഇസ് ഓൾസോ അലൗഡ് ഇൻ ദിസ് കൺട്രി. യു ക്യാൻ ഹാവ് സെക്സ് വിത്ത് അനദർ ഗേൾ ഇഫ് ഇറ്റ് ഇസ് എ മ്യൂച്വൽ കൺസെന്റ്. അതൊക്കെ ഉള്ള രാജ്യം സുപ്രീം കോടതി പോലും ആക്കി തന്നിരിക്കുന്നത്. പക്ഷെ ബിഫോർ 18 ഒരു ആൺചെറുക്കൻ, ഇഷ്ടപ്പെടുന്ന ആൺചെറുക്കൻ വിളിച്ചാൽ ഇറങ്ങിയ ചെല്ലുന്ന ഇപ്പൊ ആ തലക്കടിച്ചു വന്ന ആ പെണ്ണ് വന്ന വരവ് കണ്ടില്ലേ? വിളിച്ചില്ല, അതിന് മുമ്പ് പാവം തൂക്കി ഫോൺ എടുത്തോണ്ട് ചെല്ലുക. അപ്പൊ എനിക്ക് പറയാനുള്ള, ഈ പോക്സോ കേസിൽ ഈ പെമ്പിള്ളരെ ഉൾപ്പെടുത്തണം. ഇനി യാതൊരു സംശയമില്ല. ഈ ഇരയുടെ പേര് പറയുന്നത് അതാണ് ഇപ്പോഴത്തെ നിയമത്തിനെതിരെ ഞാൻ സംസാരിക്കല്ല. പക്ഷെ ഞാനും ഒരു എത്തിക്കൻ്റെ ആയതുകൊണ്ട് പറയാം, ഈ ഇരയുടെ പേര് പറയും. ഈ പെണ്ണിനെയും കൂടെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് ആർട്ടിക്കിൾ 14 നമ്മളോട് പറയുന്നുണ്ടല്ലോ, ഇല്ലേ? പഠിപ്പിക്കുന്നുണ്ടല്ലോ ഭരണഘടന. എന്തോ അതിന്റെ അർത്ഥം? ഈ ആർട്ടിക്കിൾ വെണ്ണക്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന അത് ആർക്കും മോഡി വിചാരിച്ചാൽ അത് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. എല്ലാവരും നിയമത്തിന് മുമ്പിൽ തുല്യരാണ്. അപ്പൊ ഇവിടെ എന്തിനാ ഈ സെക്സ്വൽ ഇന്റർകോഴ്സ് നടത്തിയ ആണിനെ മാത്രം വിളിച്ചോണ്ട് പോയി ശിക്ഷിച്ച് ജയിലിലിടുക, പെണ്ണിന്റെ പേര് പോലും. അതിനകത്ത് മൊബൈൽ നമുക്ക് സ്റ്റക്കായി സാറേ, ഒന്ന് ചെക്ക് ചെയ്യാം.